വന്ദനം. KAGW-വും ഫോമയും സംഘടിതമായി നടത്തുന്ന ഈ വർഷത്തെ ടാലന്റ് ടൈമിൽ ബഹുമാനപ്പെട്ട ജഡ്ജസിന്റെയും ഇവിടെ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത് എന്റെ സ്ക്രീൻ ഹീറോ എന്ന വിഷയമാണ്. സ്ക്രീൻ ഹീറോ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരിക സ്ഥിരമായി സിനിമകളിൽ കാണുന്ന നായകന്മാരെയോ അമാനുഷിക ശക്തികൾ ഉള്ള സൂപ്പർ ഹീറോസിനെയോ ആയിരിക്കും. പക്ഷേ എന്റെ മനസ്സിൽ ഓടിയെത്തിയത് സ്വന്തം പ്രേരണകളാൽ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് ടിവിയിലെ ഒരു ചാനലിൽ വന്ന സംവാദം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രശസ്ത ജേർണലിസ്റ്റ് ഡയാൻ സ്വയറും ഒരു കുട്ടിയും നടത്തുന്ന സംവാദമായിരുന്നു അത്. പെൺകുട്ടികൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ശക്തമായി അഭിപ്രായങ്ങൾ പറയുന്ന ആ കുട്ടി എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അതെ, എന്റെ മനസ്സിലുള്ള സ്ക്രീൻ ഹീറോ 2014 നോബൽ സമ്മാനം നേടിയ മലാല യൂസഫ്സിയാണ്. 1997 പാകിസ്ഥാനിൽ ജനിച്ച മലാല ചെറുപ്പം മുതൽ തന്റെ സ്വന്തം രാജ്യത്ത് നിലനിൽക്കുന്ന പെൺകുട്ടികൾക്ക് എതിരെയുള്ള വിലക്കുകൾ നീക്കുവാൻ വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങി. പെൺകുട്ടികളെ തുടർന്ന് പഠിക്കാൻ നിയമങ്ങൾ അനുവദിക്കണം എന്ന് ശക്തമായി വാദിച്ചു. ഇതിന്റെ ഫലമായി താലിബാനിന്റെ അതിക്രൂരമായി കൊലപാതക ശ്രമത്തിന് ഇവർക്ക് അടിപ്പെടേണ്ടി വന്നു. തന്റെ 16ാം ജന്മദിനത്തിൽ യുണൈറ്റഡ് നേഷൻസിൽ മലാല നടത്തിയ പ്രസംഗം ലോകമെമ്പാടുമുള്ള ആളുകൾ ടിവിയിലൂടെയും ഇന്റർനെറ്റിലൂടെയും കണ്ടു. വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റി. മലാലയുടെ ഓരോ വാക്കിലും എനിക്ക് എന്റെ കാഴ്ചപ്പാടുകളെ കാണാൻ പറ്റുന്നു. നന്നായി പഠിച്ച് ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്ന എന്നെ പോലെയുള്ള പെൺകുട്ടികൾ ഒരു മാതൃകയായി മലാലയെ ഞാൻ കാണുന്നു. ചില രാജ്യങ്ങളിൽ പെൺകുട്ടികൾ അധികം പഠിക്കേണ്ടതിന്റെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന മലാല എന്നും എന്റെ ഹീറോ തന്നെ ആയിരിക്കും. മാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടിട്ടുള്ള മലാല മാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടിട്ടുള്ള മലാല യൂസഫ്സിനെ ഒരിക്കലെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമെന്ന ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.